ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള സിനിമകളുടെ ലിസ്റ്റാണ്. നമ്മുടെ ഗൂസ് ബംസ് ലിസ്റ്റുള്ള കുറേ സിനിമകളുടെ സീക്വലുകൾ ഈ വർഷം റിലീസാവുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്കൗട്ട് ചെയ്യാം. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സിനിമാറ്റിക് ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഫ്രണ്ട്സിന് ഇത് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2025 സെക്കൻഡ് ക്വാർട്ടർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷത്തെ തന്നെ ബിഗ്ഗസ്റ്റ് മൂവി ക്ലാഷ് റിലീസിനായിരിക്കും സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ ജൂലൈ ആദ്യം പുറത്തിറങ്ങുന്ന ചിത്രമാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. 30 വർഷത്തെ ജുറാസിക് പാർക്ക് സിനിമകളുടെ ലെഗസി തുടർന്നുകൊണ്ടുള്ള അടുത്തൊരു മൂവി ട്രയോളജിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ആദ്യ ജുറാസിക് പാർക്ക് ട്രയോളജി, സ്പൈഡർമാൻ ട്രയോളജി, മിഷൻ ഇമ്പോസിബിൾ, ഇന്ത്യാന ജോൺസ് തുടങ്ങിയ ചിത്രങ്ങളുടെ എഴുത്തുകാരനായ ഡേവിഡ് ക്ലോയ്പും ഗോഡ്സില്ല, റോഗ് വൺ, ദി ക്രിയേറ്റർ തുടങ്ങിയ ഗംഭീര ചിത്രങ്ങളുടെ സംവിധാനം കൂടിയായ ഗാരത്ത് എഡ്വേർഡ്സുമാണ് ചിത്രത്തിന്റെ റൈറ്റർ ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജുറാസിക് വേൾഡ് ഡൊമിനിയന് 5 വർഷങ്ങൾക്ക് പുറം നടക്കുന്നൊരു കഥയാണിത്. സ്കാർലറ്റ് ജോഹാൻസന്റെ സോറ ബെന്നറ്റ് എന്ന കഥാപാത്രവും ജോനാഥൻ ബെയ്ലിയുടെ ഡോക്ടർ ഹെൻറി ലൂമും മാർഷലാലിയുടെ ഡങ്കർ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ ഏൻഷ്യൻ ക്രീച്ചേഴ്സിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്ത് ക്ലോണുകളെ ഉണ്ടാക്കാൻ ഐസൊലേറ്റഡ് ആയ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ ഒരു സിവിലിയൻ ഫാമിലിയെ കണ്ടുമുട്ടുന്നതും അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ജൂലൈ 2 ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് സൂപ്പർമാൻ. ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് സൂപ്പർമാൻ. വലിയൊരു റീബൂട്ടിന് ശേഷം DCU യൂണിവേഴ്സിനെ DC സ്റ്റുഡിയോ ആക്കി കൺവേർട്ട് ചെയ്യുകയും CEOമാരായി ജെയിംസ് ഗണ്ണിനെയും പീറ്റർ സഫ്രാനെയും WB നിയമിക്കുകയുണ്ടായി. ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ആരാധകർക്കിടയിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. DC സ്റ്റുഡിയോസിന്റെ ചാപ്റ്റർ 1 പുറത്തിറങ്ങിയിരിക്കുന്ന ആദ്യ ചിത്രമാണ് സൂപ്പർമാൻ. ചിത്രത്തിന്റെ റൈറ്റ് ഡയറക്ഷൻ ജെയിംസ് ഗൺ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുവരെ സ്നൈഡർ സെറ്റ് ചെയ്തിരിക്കുന്ന DCUവിൻ്റെ ഡാർക്ക് കളർ ടോണിനെ മാറ്റിമറിച്ചുകൊണ്ട് കുറെ കൂടി കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ് ജെയിംസ് ഗൺ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ സൂപ്പർമാനായി ഡേവിഡ് കോൺസ്വെറ്റും ലൂയിസ് ലൈനായി റേച്ചൽ ബോസ്നാനും ലെക്സ് ലൂതറായി നിക്കോളാസ് ഹോൾട്ടുമാണ് പ്രധാന കഥാപാത്രങ്ങളിലെങ്കിൽ ഒത്തിരിയധികം ക്യാമിയോസും ക്രോസ് ഓവർ കഥാപാത്രങ്ങളും ജെയിംസ് ഗൺ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ സൂപ്പർമാൻ ചിത്രത്തിലെ നായകനായ ക്രിസ്റ്റഫർ റീവിൻ്റെ അതേ മോഡൽ സ്യൂട്ട് തന്നെയാണ് ഈ ചിത്രത്തിലും സൂപ്പർമാൻ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി സൂപ്പർ ഹീറോസ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. മുൻ ചിത്രങ്ങളിൽ എന്തെല്ലാം സൂപ്പർമാനെ കുറിച്ച് പ്രേക്ഷകർക്കറിയാമോ അതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനിടയിൽ നിന്നുകൊണ്ട് ജെയിംസ് ഗൺ ചിത്രത്തിൻ്റെ കഥ പറയുന്നത്. റെഡിറ്റിലുള്ള റൂമേഴ്സ് പ്രകാരം സൂപ്പർമാൻ മിസസ് ലെക്സ് ലൂതർ ഫൈറ്റിന് പുറമെ ലൂതർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജയന്റ് മോൺസ്റ്റർ കൂടി സൂപ്പർമാൻ്റെ എതിരെ വില്ലനായി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. സൂപ്പർമാൻ ചിത്രം കാണുന്നതിന് മുമ്പ് DC സ്റ്റുഡിയോസിൻ്റെ കിക്ക് ഓഫ് സീരീസായ ക്രീച്ചർ കമാൻഡേഴ്സ് കണ്ടിരിക്കണമെന്നും അതിലുള്ള പല കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും സിനിമയിലുണ്ടാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 11 ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന മാർവൽ സ്റ്റുഡിയോസിന്റെ അടുത്ത ചിത്രമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഈ ചിത്രത്തോടെയാണ് ഡൂംസ്ഡേ ഉൾപ്പെടുന്ന ഫേസ് 6 കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. MCUവിലെ എർത്ത് 616 നടക്കുന്ന ഒരു കഥയായിട്ടല്ല, മറിച്ച് മൾട്ടിവേഴ്സിലെ മറ്റൊരു യൂണിവേഴ്സിൽ 1960കളിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ നടക്കുന്ന ഒരു കഥയാണിത്. മുൻ ഫാന്റാസ്റ്റിക് 4 ചിത്രങ്ങളിലേതുപോലെ ഒറിജിൻ കാണിക്കാതെ അത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. വാൻഡാവിഷന്റെ ഡയറക്ടറായ മാറ്റ് ഷാക്മാനാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ഡയറക്ട് ചെയ്യുന്നത്. റീഡ് റിച്ചാർഡ്സിന്റെയും സൂയി സ്ട്രോമിന്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കേന്ദ്രീകരിച്ചായിരിക്കും സിനിമയുടെ കഥ എന്നൊരു റൂമറുകളുണ്ട്. ഒമേഗ ലെവൽ പവറുള്ള ഒരു മ്യൂട്ടൻ്റായ ഫ്രാങ്ക്ലിൻ വാൻഡയെ പോലെ സ്വന്തമായൊരു റിയാലിറ്റി, ഒരു പോക്കറ്റ് യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതും മറുവശത്ത് യൂണിവേഴ്സുകൾ നശിപ്പിക്കാനുള്ള ഗലാക്ടസിന്റെ പവറിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഗലാക്ടസിൽ നിന്നും ഫ്രാങ്ക്ലിനെ രക്ഷിക്കാൻ ഫാന്റാസ്റ്റിക് ഫോർ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിലെ ഇതിവൃത്തം. പെഡ്രോ പാസ്കൽ, വെനേസ കർബി, ജോസഫ് ക്വിൻ, ഇബോൺ ബാക്രാച്ച്, റാഫേൽ ഇനിക്കോൺ, ജൂലിയ ഗാർണർ തുടങ്ങിയ വമ്പൻ കാസ്റ്റാണ് ചിത്രത്തിലുള്ളത്. ഡൂംസ്ഡേയിലേക്കും സീക്രട്ട് പാർട്സിലേക്കും ഡയറക്റ്റ് കണക്ഷനുള്ള ഈ ചിത്രം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ RDJയുടെ വിക്ടർ വാൻഡും വരാനുള്ള സാധ്യതകളേറെയാണുള്ളത്. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ജൂലൈ 25 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് ദി ബാഡ് ഗൈസ് 2. 2022 പുറത്തിറങ്ങിയ ദി ബാഡ് ഗൈസ് മൂവിയുടെ രണ്ടാം ഭാഗമാണിത്. കോവിഡിന് ശേഷം തിയേറ്ററുകളിലെത്തിയ ആ വർഷത്തെ തന്നെ ആനിമേറ്റഡ് ചിത്രങ്ങളിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയായിരുന്നു ദി ബാഡ് ഗൈസ്. ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടാവുന്ന ഒരു കംപ്ലീറ്റ് കോമഡി ഹൈസ്റ്റ് ആക്ഷൻ ചിത്രമാണിത്. ആഫ്റ്റർ ഓൾ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത് പോലെ ബാഡ് ഗൈസ് എന്നത് ഒരു ഹൈസ്റ്റ് ഗ്രൂപ്പാണ്. 5 ആനിമൽസ്, ഓരോരുത്തരും ഓരോ സ്കിൽസിൽ മാസ്റ്റേഴ്സ് ആണ്. കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈടെക് മോഷണത്തിൽ അവർ പിടിക്കപ്പെടുകയും ആ കേസിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ മോഷണം ഉപേക്ഷിച്ച് നന്നാവാൻ അവർക്കൊരു ചാൻസ് കിട്ടുകയും ചെയ്യുന്നു. തുടർന്ന്
തുടർന്ന് അവർക്ക് നന്നാവാൻ കഴിയുമോ അതോ തിരികെ മോഷണവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ആദ്യ ഭാഗത്തിന്റെ ഇതിവൃത്തം. ഇതിന്റെ തൊട്ടു തുടർച്ചയായി ആദ്യ ചിത്രത്തിലെ കഥ അവസാനിക്കുന്നിടത്ത് അവസാന ഹൈസ്റ്റിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ബാഡ് ഗൈസ് അവരുടെ മോഷണങ്ങളുടെ ആരാധകരായ ബാഡ് ഗേൾസ് അവസാനം ഒരു ഹൈസ്റ്റിന് വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യുകയും റിട്ടയർമെന്റിന് ശേഷം കെട്ടിപ്പടുത്തിയ ഗുഡ് ഇമേജ് അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാം ഭാഗത്തിന്റെ ഇതിവൃത്തം. ഓഗസ്റ്റ് 1 ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ്. അടുത്തൊരു ചിത്രമാണ് നോബഡി 2. 2021 പുറത്തിറങ്ങിയ നോബഡി എന്ന ആദ്യ ചിത്രത്തിന്റെ തുടർച്ചയായി നടക്കുന്നൊരു കഥയാണിത്. CIA ഫോർമർ അസാസിനായ ഹാച്ച് മാൻഷന്റെ വീട് 2 കൊള്ളക്കാർ ചേർന്ന് ആക്രമിക്കുകയും തുടർന്ന് തന്റെ പാസ്റ്റ് റിവീൽ ചെയ്ത് റഷ്യൻ മാഫിയ ബോസിനെയും സംഘത്തെയും കൊല്ലാനായി പുറപ്പെടുന്നു. തുടർന്ന് തന്റെ പഴയ വയലൻസ് സ്വഭാവത്തിലേക്ക് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഹാച്ച് മാൻഷന്റെ കഥയാണ് രണ്ടാം ഭാഗത്തിന്റെ ഇതിവൃത്തം. പഴയ കാസ്റ്റായ ബോബ് ഓഡൻകിക്കും കോണി നിൽസിനും പുറമെ ഒത്തിരിയധികം പുതിയ കാസ്റ്റുകൾ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് ദി കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. ദി കോഞ്ചറിംഗ് യൂണിവേഴ്സിലെ അവസാനത്തെയും 9ാമത്തെയും ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ ചിത്രം. മുൻ ചിത്രങ്ങളായ ദി കേസ് ഓഫ് ലാ ലൊറാന, ദി നൺ 2, ദി കോഞ്ചറിംഗ് ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ് എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മൈക്കിൾ ചാവിസ് തന്നെയായിരിക്കും ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൻ്റെതായ കഥാപരമായ ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ലാസ്റ്റ് റൈറ്റ്സ് എന്ന ടേമിനെ ബേസ് ചെയ്തുകൊണ്ട് റെഡിറ്റിൽ പരക്കുന്ന ഒരു തിയറിയാണിത്. 1986 സൗത്തിങ്ടണിൽ എഡ് ആൻഡ് ലൊറൈൻ വാറൻ തെളിയിച്ച സ്നെഡേക്കർ ഫാമിലിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചിത്രം ഒരുങ്ങുന്നത്. ഒരു ഫ്യൂണറൽ ഹോം ആയിരിക്കുന്ന വീട്ടിലേക്ക് സ്ഥലം മാറി താമസിക്കാൻ വരുന്ന സ്നെഡേക്കർ ഫാമിലിക്ക് സംഭവിക്കുന്ന ഡെവിൽ പ്രസൻസും അത് സോൾവ് ചെയ്യാൻ എഡ് ആൻഡ് ലൊറൈൻ വാറൻ വരുന്നതുമായിരിക്കും കഥയുടെ ഇതിവൃത്തം. ലാസ്റ്റ് റൈറ്റ്സ് സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് സോ 11. ലോകത്തിൽ ഇന്നേ വരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റഡ് സിനിമ ഫ്രാഞ്ചൈസി ആയ സോയുടെ 11ാമത് ചിത്രമാണിത്. 2004 ജെയിംസ് വാൻ തുടക്കമിട്ട ഈ ഫ്രാഞ്ചൈസി സോയുടെ 6ാം ഭാഗത്തോടെ ഫിനിഷ് ചെയ്യുകയുണ്ടായത്. പിന്നീട് സ്പൈറൽ എന്ന സ്പിൻ ഓഫ് ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് ശേഷം ഫ്രാഞ്ചൈസി തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. സോ തീർത്തും ഒരു R-rated ആയ ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ജിക്സോ എന്ന സീരിയൽ കില്ലർ ആളുകളെ നേരിട്ട് കൊല്ലാതെ ഒരു കൂട്ടം ആളുകളെ ഒരു റൂമിൽ പൂട്ടിയിട്ട് സൈക്കോളജിക്കലിയും മെന്റലിയും ടോർച്ചർ ചെയ്ത് സർവൈവലിന്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ എത്രത്തോളം ഉണ്ടെന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയും ഓരോ ടാസ്കുകൾ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ പരസ്പരം കൊല്ലിക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ചിത്രത്തിൽ ജോൺ ക്രാമർ എന്ന ജിക്സോ സീരിയൽ കില്ലറായി ടോബിൻ ബെൽ പ്രധാന വേഷത്തിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആരും ഈ ചിത്രം തിരഞ്ഞെടുക്കരുതെന്ന് മുൻകൂട്ടി അറിയിക്കുന്നു. അത്രത്തോളം ബ്രൂട്ടലായ കില്ലിംഗ് മെത്തേഡ്സ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ 11 സെപ്റ്റംബർ 17 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്തൊരു ചിത്രമാണ് മൈക്കിൾ. ലോകമറിയപ്പെടുന്ന പോപ്പ് സിംഗറായ മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ബയോഗ്രാഫിക്കൽ മ്യൂസിക്കൽ ഡ്രാമയാണ് മൈക്കിൾ. മൈക്കിൾ ജാക്സന്റെ 5 വയസ്സ് പ്രായം മുതൽ മരണത്തിന് മുമ്പ് വരെയുള്ള കോൺട്രവേഴ്സീസ് നിറഞ്ഞ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇക്വലൈസർ ചിത്രങ്ങളുടെ ഡയറക്ടറായ ആന്റോയിൻ ഫുക്വയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഗ്ലാഡിയേറ്റർ, ദി ടൈം മെഷീൻ, സ്റ്റാർ ട്രെക്ക്, സ്കൈഫോൾ, സ്പെക്ടർ, ഏലിയൻ കോവനന്റ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ റൈറ്ററായ ജോൺ ലോഗനാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഒക്ടോബർ 3 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്ത ചിത്രമാണ് ട്രോൺ ഏരീസ്. ട്രോൺ ഫ്രാഞ്ചൈസിയിലെ 3ാമത് ചിത്രം എന്ന നിലയിൽ ട്രോൺ ലെഗസിയുടെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് ഈ ചിത്രം. ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ഏരീസായി ജെറാഡ് ലെറ്റോയും ഇവാൻ പീറ്റേഴ്സ്, ഗ്രീറ്റ ലീ, ജോഡി ടർണർ സ്മിത്ത്, ജെഫ് ബ്രിഡ്ജസ് തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ഏരീസ് എന്ന ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റിയൽ വേൾഡിലേക്ക് വന്ന് ഹ്യൂമൻസിന്റെ ടെക്നോളജീസ് മനസ്സിലാക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും മനുഷ്യർക്കിടയിൽ നിന്ന് റിയൽ വേൾഡും ഡിജിറ്റൽ വേൾഡും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറുന്നതിനായി വരുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. 90s കിഡ്സിനിടയിലും ഏർലിയർ 2000 കിഡ്സിനിടയിലും വളരെ തരംഗം സൃഷ്ടിച്ച വാച്ച് ലിസ്റ്റിൽ പെടുന്നൊരു ചിത്രമാണ് ട്രോൺ സീരീസ്. സൈഫൈ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടുത്ത ചിത്രമാണ് ബ്ലാക്ക് ഫോൺ 2. ദി ഗോർജ് എന്ന ചിത്രത്തിന് ശേഷം ഡയറക്ടർ സ്കോട്ട് ഡെറിക്സന്റെ ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രമാണ് ദി ബ്ലാക്ക് ഫോൺ 2. 2021 പുറത്തിറങ്ങിയ ദി ബ്ലാക്ക് ഫോണിന്റെ സീക്വലാണ് ഈ ചിത്രം. 2004 എഴുത്തുകാരനായ ജോ ഹില്ലിന്റെ ഇതേ പേരിലുള്ള ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ് ഈ സീരീസിലെ 2 ചിത്രങ്ങളും. മുഖമൂടിധാരിയായ ഒരു കില്ലർ മാജിക് ട്രിക്സ് ഉപയോഗിച്ച് 13കാരനായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സൗണ്ട് പ്രൂഫായ ഒരു ബേസ്മെന്റിൽ പൂട്ടിയിടുന്നു. അവിടെയുള്ള ബ്ലാക്ക് ഫോണിൽ കില്ലറുടെ മറ്റ് വിക്ടിമുകളുടെ പാരാനോർമൽ വോയിസിന്റെ സഹായത്തോടെ കില്ലറിനെ കീഴ്പ്പെടുത്തി അവിടെ നിന്നും ഫിന്നി എന്ന 13കാരൻ രക്ഷപ്പെടുന്നതാണ് ബ്ലാക്ക് ഫോണിന്റെ ഇതിവൃത്തം. അതിന്റെ തുടർച്ച എന്ന വണ്ണം ആദ്യ ചിത്രത്തിലെ വില്ലനായ ഗ്രാബർ ഫിന്നിയുടെ കൈകളാൽ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും 2ാം ചിത്രത്തിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഗ്രാബറിന്റെ പാരാനോർമൽ സൈഡും അയാളുടെ പാസ്റ്റുമായിരിക്കും ചിത്രത്തിന്റെ ഇതിവൃത്തം. സൂപ്പർ നാച്ചുറൽ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഒക്ടോബർ 17 റിലീസ് ചെയ്യുന്നത്. അടുത്ത ചിത്രമാണ് മോർട്ടൽ കോംബാറ്റ് 2. വാർണർ ബ്രദേഴ്സിന്റെ ഗെയിം ഡിവിഷനിലെ വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റഡ് ഗെയിമായ മോർട്ടൽ കോംബാറ്റിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത മൂവി ഫ്രാഞ്ചൈസിയാണ് മോർട്ടൽ കോംബാറ്റ്. ആക്ഷൻ ഫാന്റസി ചിത്രമായ മോർട്ടൽ കോംബാറ്റിൽ ലോകങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ ഔട്ടർ വേൾഡ് എംപീരിയറും എർത്ത് റിലം വേൾഡും ചേർന്ന് സ്ഥാപിച്ചൊരു ടൂർണമെന്റാണ് മോർട്ടൽ കോംബാറ്റ്. ഓരോ ജനറേഷനുകളിലായി നടക്കുന്ന ടൂർണമെന്റിൽ അടുപ്പിച്ച് 10 ജനറേഷനുകൾ ജയിക്കുന്ന ടീമിന് എർത്തിനെ ഇൻവേഡ് ചെയ്യാനുള്ള അധികാരം ലഭിക്കും. അതിനുവേണ്ടി നടക്കുന്ന ഫൈറ്റാണ് ആദ്യ ചിത്രത്തിന്റെ ഇതിവൃത്തം. മോർട്ടൽ കോംബാറ്റ് 1 കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടർന്നുള്ള ചിത്രങ്ങളിൽ കൂടുതൽ ഇൻഡെപ്തായ കഥ പറച്ചിലുകൾക്കാണ് വാർണർ ബ്രദേഴ്സ് ശ്രമിക്കുന്നത്. റൂമേഴ്സ് പ്രകാരം 2ാം ഭാഗത്തിൽ
മോർട്ടൽ കോംബാറ്റ് ഫ്രാഞ്ചൈസിയുടെ കീ ക്യാരക്ടറായ ജോണി കേജിൻ്റെ അപ്പിയറൻസ് ഉണ്ടാകുമെന്നും ഔട്ടർ വേൾഡിനെതിരെയുള്ള കേജിൻ്റെ ഫൈറ്റ് ആയിരിക്കും ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ഭാഗം തിയേറ്ററിക്കൽ റിലീസിൻ്റെ കൂടെ HBO Max റിലീസ് ചെയ്ത കാരണത്താൽ വലിയൊരു കളക്ഷനിലേക്ക് ചിത്രത്തിനെത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും HBO Maxൻ്റെ ചരിത്രത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഡേ സ്ക്രീനിംഗ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. മോർട്ടൽ കോംബാറ്റ് 2 ഡയറക്റ്റ് തിയേറ്ററിക്കൽ റിലീസായി ഒക്ടോബർ 24 പുറത്തിറങ്ങുന്നത്. അടുത്തൊരു ചിത്രമാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ 9ാമത് ചിത്രമാണ് ബാഡ്ലാൻഡ്സ്. പ്രേ, 10 ക്ലോവർഫീൽഡ് ലൈൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഡയറക്ടറായ ഡാൻ ട്രെക്ടൻബർഗ് ആണ് ബാഡ്ലാൻഡ്സും എഴുതി സംവിധാനം ചെയ്യുന്നത്. പ്രേ മൂവിക്ക് ശേഷം മറ്റൊരു കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയാണിത്. ഒരു ഏലിയൻ വേൾഡിൽ അകപ്പെട്ടു പോകുന്ന പ്രെഡേറ്റർ, അതിനെ കണ്ടുമുട്ടുന്ന 2 സിസ്റ്റേഴ്സ്, അവരുടെ പാസ്റ്റിൽ പ്രെഡേറ്ററുമായുള്ള ബാഡ് മെമ്മറീസ് റീകളക്ട് ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. സയൻസ് ഫിക്ഷൻ ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രം നവംബർ 7 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് ദി റണ്ണിംഗ് മാൻ. 1982 ഇതേ പേരിൽ പുറത്തിറങ്ങിയ ഹൊറർ നോവലിന്റെ കിങ്ങായ സ്റ്റീഫൻ കിങ്ങിന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രമാണിത്. ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ നടക്കുന്നൊരു TV ഗെയിം ഷോയെ കുറിച്ചാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഗ്ലെൻ പവൽ അവതരിപ്പിക്കുന്ന ബെൻ റിച്ചാർഡ്സ് എന്ന കഥാപാത്രം ലോക സാമ്പത്തിക തകർച്ചയെ തുടർന്ന് തന്റെ ജോലി നഷ്ടപ്പെടുകയും തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും മകൾക്കുണ്ടാകുന്ന ഒരു അസുഖത്തെ തുടർന്നുള്ള മരുന്ന് വാങ്ങുന്നതിനുമുള്ള പണത്തിനു വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു TV റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും അതിൽ അയാൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആക്ഷൻ സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം നവംബർ 7 പുറത്തിറങ്ങുന്നത്. അടുത്തൊരു ചിത്രമാണ് നൗ യു സീ മീ 3. നൗ യു സീ മീ ഫ്രാഞ്ചൈസിൽ നിന്നും പുറത്തിറങ്ങാനിരിക്കുന്ന 3ാമത്തെ ചിത്രമാണിത്. കഴിഞ്ഞ ചിത്രത്തിന്റെ തുടർച്ചയായി നടക്കുന്ന ഈ ചിത്രത്തിൽ മുൻ 2 സിനിമകളിലെയും പ്രധാന കാസ്റ്റുകളെല്ലാം റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഹോഴ്സ്മാൻ ഗ്രൂപ്പ് അടുത്തത് ഏത് കോർപ്പറേറ്റ് കമ്പനിയുടെ കറപ്ഷനാണ് തുറന്നു കാട്ടാൻ പോകുന്നതെന്നാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കൂടാതെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മാർക്ക് റുഫെല്ലോയുടെ ഡിലൻ റോഡ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും എന്ന സീക്രട്ട് സംഘടനയെ കുറിച്ചുള്ള വിവരങ്ങളും ചിത്രത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവി വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം നവംബർ 14 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ചിത്രമാണ് വിക്കറ്റ് ഫോർ ഗുഡ്. അവരുടെ ഫ്രോഡ് പരിപാടികളിൽ നിന്നും ആനിമൽസിനെ സേവ് ചെയ്യാനും എൽഫാബയും സുഹൃത്തും നടത്തുന്ന ശ്രമങ്ങളാണ് ആദ്യ ഭാഗം. തുടർന്ന് വിസാർഡിനെതിരെ തിരിഞ്ഞ എൽഫാബയെ വിസാർഡ് സ്റ്റേറ്റിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവബഹുലമായ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അടുത്തൊരു ചിത്രമാണ് സൂട്ടോപ്പിയ 2. 2016 പുറത്തിറങ്ങിയ ആനിമേഷൻ കോമഡി മൂവിയായ സൂട്ടോപ്പിയയുടെ 2ാം ഭാഗമാണിത്. ഭൂമി പോലുള്ള മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യർക്ക് പകരം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റാലിറ്റീസ്, കൺസ്ട്രക്ഷൻസ്, പോലീസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന മൃഗങ്ങൾ. അതിൽ സൂട്ടോപ്പിയ എന്ന ഗ്രാമത്തിൽ ജൂഡി എന്ന മുയലിന് ചെറുപ്പം മുതലുള്ള ആഗ്രഹത്തെ തുടർന്ന് പോലീസ് ആകുന്നു. ജൂഡി സൂട്ടോപ്പിയ സ്റ്റേഷന് ജോയിൻ ചെയ്യുന്ന ആ ദിവസം തന്നെ അവിടെ നടക്കുന്ന 13 മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കാൻ ജൂഡി നടത്തുന്ന ശ്രമങ്ങളാണ് ആദ്യ ഭാഗം. സൂട്ടോപ്പിയ 2 ഒരു R-rated മൂവി ആയിരിക്കുമെന്നാണ് റൂമേഴ്സ്. ആദ്യ ഭാഗത്തിന് തുടർച്ച എന്ന രീതിയിൽ സൂട്ടോപ്പിയയിലേക്ക് വന്ന അവിടെയുള്ള മൃഗങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇല്ലാതാക്കുന്ന റെപ്റ്റൈലിനെ പിടിക്കാൻ ജൂഡിക്കും സംഘത്തിനും കഴിയുമോ എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നവംബർ 26 ചിത്രത്തിന്റെ റിലീസ്. അടുത്ത ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ലോക സിനിമാ പ്രേമികളെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന അവതാർ ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചിത്രമാണിത്. ആദ്യ ചിത്രമായ അവതാർ എയറുമായി ബന്ധപ്പെട്ട നാവി വംശജരെയാണെങ്കിൽ വേ ഓഫ് വാട്ടറിൽ മുക്കുവന്മാരായ നാവിക്കാരെയാണ് കാണിച്ചത്. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ നാവി പീപ്പിൾസിന്റെ തന്നെ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വിഭാഗത്തെയായിരിക്കും കാണിക്കുക എന്ന് ഡിസ്നിയുടെ D23 എക്സ്പോയിൽ ഡയറക്ടർ ജെയിംസ് കാമറൂൺ പറയുകയുണ്ടായി. കഴിഞ്ഞ ചിത്രങ്ങളിൽ നാവിക്കാരുടെ നല്ല വശങ്ങളാണ് കാണിച്ചിരുന്നെങ്കിൽ ഫയർ ആൻഡ് ആഷിലേക്ക് വരുമ്പോൾ ഈവിൾ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും പ്രൊജക്ട് ചെയ്യുക. അവതാർ ഫ്രാഞ്ചൈസിലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയൊരു ചിത്രമായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അവതാർ ഫയർ ആൻഡ് ആഷ് ഡിസംബർ 19 റിലീസ് ചെയ്യുന്നത്. സോ ഗായ്സ്, ഇത്രയും ചിത്രങ്ങളാണ് ഈ വർഷത്തെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ. ഇതിന് പുറമെ റിലീസ് ഡേറ്റുകൾ പ്രഖ്യാപിക്കാത്ത, പിന്നെ പ്ലോട്ട് ഡീറ്റെയിൽസ്, കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിന്റെ വിവരങ്ങളൊന്നും ഇതുവരെ റിലീസ് ചെയ്യാത്ത ഒത്തിരിയേറെ പടങ്ങൾ ഇനിയും അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിലീസ് ഡേറ്റുകൾ എപ്പോൾ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഏതൊക്കെ ചിത്രങ്ങളാണെന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.